എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ മനുഷ്യനും പ്രയാസം ഉണ്ടാകും, എല്ലാ മനുഷ്യനും പ്രതിസന്ധി ഉണ്ടാകും, എല്ലാ മനുഷ്യനും വേദനകളും നൊമ്പരങ്ങളും യാതനകളും കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. എന്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒരുപാട് നീറുന്ന നൂറ് പ്രശ്നങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായിട്ടാണ് നാം ഇരിക്കുന്നത്. അത് ദുനിയാവെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ദുനിയാവിന്റെ പടപ്പ് അല്ലാഹു തആല അങ്ങനെയാണ് അല്ലാഹു ദുനിയാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ല എങ്കിൽ പിന്നെ നമ്മൾ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? ദുനിയാവിൽ പ്രയാസമില്ല, ദുനിയാവിൽ പ്രതിസന്ധിയില്ല, ദുനിയാവിൽ വൈതരണികളോ വൈഷമ്യങ്ങളോ ത്യാഗങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും ദുനിയാവിലില്ല. എപ്പോഴും സന്തോഷമാണ്. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരൊറ്റ പനി പോലും ബാധിച്ചിട്ടില്ല, ഒരൊറ്റ ദുഃഖവും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ എന്റെ മുന്നിൽ ഒരാളുണ്ടാവില്ല, ഒരു കുഞ്ഞുണ്ടാവില്ല. മഹാനായ അബുൽ ബസർ, ആദ്യ പിതാവായ അബുൽ ബസർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാന പ്രവാചക ശൃംഖലയിലെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പോലും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വൈതരണികളും നേരിട്ട് പോയെങ്കിൽ ആ പ്രവാചകന്റെ അനുയായിയായി ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലും പ്രയാസം ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. അത് ഉറപ്പായ കാര്യമാണ്. ആർക്കും അതിനെ നിഷേധിക്കാൻ കഴിയില്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് പ്രയാസങ്ങളുടെ ലോകമായിട്ടാണ്, പ്രതിസന്ധികളുടെ ലോകമായിട്ടാണ്. അതാണ് ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാഹു തആല പടച്ചിരിക്കുന്നത് പ്രയാസങ്ങളുടെ ലോകമായിട്ടാണ്. ആർക്കാ പറയാൻ കഴിയുക ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ബുദ്ധിമുട്ടും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? ഒരാൾക്കും പറയാൻ കഴിയില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് മനുഷ്യനും പ്രയാസമുണ്ടാകും, ഏത് മനുഷ്യനും പ്രതിസന്ധി ഉണ്ടാകും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ദുനിയാവെന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളുടെ ലോകമാണ്, പ്രതിസന്ധികളുടെ ലോകമാണ്. ലൗ കാനത്തി ദുനിയാ ബിലാ പ്രയാസമില്ലാത്ത ലോകമാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ ഒരു പ്രയാസവും ഈ ദുനിയാവിലില്ല, ഒരു പ്രതിസന്ധിയുമില്ല, ഒരു കടങ്ങളുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ലോകമാണ് ദുനിയാവെന്ന് നിങ്ങൾ സങ്കല്പിച്ചു പോയാൽ പിന്നെ അത് ദുനിയാവല്ല, അത് സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ പ്രയാസത്തിന്റെ ലോകം തന്നെയാണ്. ഇനി പ്രയാസമില്ല എന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ അത് പിന്നെ ദുനിയാവല്ല, അത് സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. അങ്ങനെ ദുനിയാവിൽ പ്രയാസമില്ലാതെ വന്നുപോയാൽ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗവും അല്ലാഹു ബാധിപ്പിച്ച് തന്നിട്ടില്ല എങ്കിലോ, നമ്മുടെ കുടുംബത്തിൽ ഒരു നൊമ്പരവും നമുക്ക് അനുഭവിക്കപ്പെടേണ്ടി വന്നില്ലെങ്കിലോ, ഈ ദുനിയാവിന്റെ ഗുണമോളം മണ്ണിനങ്ങളിലോ ഒരു പ്രയാസവും കൊണ്ട് നമ്മുടെ ഹൃദയം എത്തിച്ചിട്ടില്ല എങ്കിലോ, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടില്ല എങ്കിലോ, എന്റെ സഹോദരങ്ങളെ, പിന്നെ ഇത് സ്വർഗമല്ലാതെ മറ്റെന്തെന്നാ പറയാൻ കഴിയില്ല. അങ്ങനെ ഒരാൾക്കും പ്രയാസം വന്നിട്ടില്ല എങ്കിൽ അവൻ മരിച്ചു പോകാൻ ആഗ്രഹിക്കോ, അവൻ സ്വർഗത്തിൽ പോകാൻ കൊതിക്കോ, മരിച്ച് അവരിൽ ചെല്ലുമെന്ന ചിന്ത അവർക്ക് വരുമോ, മീസാനുണ്ടെന്ന ചിന്ത വരുമോ, ആഖിറത്തെ കുറിച്ചുള്ള ബോധ്യം വരുമോ? വരില്ലല്ലോ ചെറുപ്പക്കാരാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ദുനിയാവിൽ ഒരു പ്രയാസവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എങ്കിൽ അത് സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ അങ്ങനാണല്ലോ, കൈകൊണ്ട് തൊട്ടാലും പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന അനന്ത വിസ്മയ സങ്കേതമായ സുഖലോക സ്വർഗം. ആ സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ ഒരു നൊമ്പരവുമില്ല, ആ സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ ഒരു പ്രയാസം അവൻ നേരിടേണ്ടി വരില്ല. പക്ഷേ ദുനിയാവാണോ പ്രയാസം നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. അതാണ് ദുനിയാവിന്റെ സൃഷ്ടിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്
റളിയല്ലാഹു തആല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴും അങ്ങ് സന്തോഷം ഉണ്ടാകുമെന്ന് ആരും കരുതരുത്. എന്നാൽ എപ്പോഴും അങ്ങ് ദുഃഖമാണ് എന്ന് നിങ്ങൾ കരുതരുത്. ദുനിയാവ് അതാണ്. ഒരു ദുഃഖമുണ്ടാകുമ്പോ, ഒരു പ്രയാസമുണ്ടാകുമ്പോ നമ്മുടെ പിതാക്കന്മാരെ, നമ്മുടെ മാതാക്കളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ആ ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ കഴിയുമ്പോ നീറി കഴിയുന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാനെന്ന് പറയട്ടെ, ചെറുപ്പക്കാരാ, ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്, ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടരുത്, ഒരിക്കലും നിങ്ങൾ നമ്പരപ്പെടരുത്. എന്തേ കാരണമെന്നറിയോ? രോഗം തന്നതല്ല, അത് മാറ്റാൻ കഴിവുള്ളത് പടച്ചറപ്പാട്. ഈ ബുദ്ധിമുട്ട് വരുമ്പോ ഉടനെ ഒരു സന്തോഷമുണ്ടാകുമെന്നായി ഒരു ബോധ്യം നിന്റെ ഹൃദയത്തിലുണ്ടാകണേ. രോഗമായി ബുദ്ധിമുട്ടുമ്പോ, ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം കഴിയുമ്പോ നീറിപ്പോകല്ല ചെറുപ്പക്കാരാ, പ്രതീക്ഷ കൈവിടല്ലേ. അല്ലാഹു വല്ലാത്ത കാരുണ്യവാനാണ്. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. പരീക്ഷണമില്ലാതെ ഒരാളും ജീവിക്കൂല. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ടാ ഒരു മുഅ്മിനിന് അല്ലാഹു പരീക്ഷണം കൊടുക്കുന്നത്. അല്ലാഹു വളരെയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അല്ലാതെ നിന്നോട് അല്ലാഹുവിന് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നമ്മളോട് അല്ലാഹുവിന് വിരോധമുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് നമ്മളോട് വല്ലാത്ത വിദ്വേഷമുള്ളത് കൊണ്ടല്ല. പിന്നെയോ അല്ലാഹുവിന് നമ്മോട് വല്ലാത്ത ഇഷ്ടമാണ് എന്നതിന്റെ അടയാളമാണ് കേട്ടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഓരോ മുഅ്മിനീങ്ങളോടും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വലനബ്ലുവന്നകും ബിശൈഇൻ. അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. പരീക്ഷണം ഉറപ്പാണ്, യാഥാർത്ഥ്യമാണ്. അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാനുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഒന്നാമതായി അല്ലാഹു പറയുന്നു, ഭയം തന്നു നിന്നെ അല്ലാഹു പരീക്ഷിക്കുമേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു ഭയം തന്നു പരീക്ഷിക്കും. രണ്ടാമത് അല്ലാഹു പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി പട്ടിണി അല്ലാഹു തന്ന് നിന്നെ പരീക്ഷിക്കുമേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എപ്പോഴും വിപുല സമൃദ്ധമായ രീതിയിൽ ഭക്ഷണം കഴിക്കാമെന്ന് ആഗ്രഹിക്കണ്ട. ചില സമയങ്ങളിൽ അല്ലാഹു തആല നിനക്ക് പട്ടിണി തന്ന് കിടത്തിക്കളയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയുകയാ, ഒരുപാട് സമ്പത്തുണ്ട് എന്നതിന്റെ പേരിൽ അഹങ്കരിക്കല്ലേ. വനഖ്സിം മിനൽ അംവാൽ. നിന്റെ സമ്പത്തിനെ മാന്യത നൽകിക്കൊണ്ട് അല്ലാഹു നിന്നെ പരീക്ഷിക്കുമേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സാമ്പത്തിക മാന്യതയുണ്ടാകും, സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരും. ഇതൊക്കെ വരുമ്പോ അല്ലാഹ് എന്നെ മാത്രം എന്നെ നീ പരീക്ഷിക്കുന്നു ചിന്തിക്കല്ല ചെറുപ്പക്കാരാ. നിന്നോട് അല്ലാഹുവിന്റെ മഹബ്ബത്തുള്ളത് കൊണ്ടാ, നിന്നോട് അല്ലാഹുവിന്റെ ഇഷ്ടമുള്ളത് കൊണ്ടാ നിന്നെ അല്ലാഹു അതിയായി ആഗ്രഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ് അല്ലാഹുവിനെ പരീക്ഷിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വനഖ്സിം മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത്. ശാരീരികമായ ബുദ്ധിമുട്ട് തരും കേട്ടോ. ചെറിയ തലവേദന വരുമ്പോ പോലും സഹിക്കാത്തവരെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, എടോ നിനക്ക് ശാരീരികമായി മാനസികമായി നിന്നെ അല്ലാഹു ബുദ്ധിമുട്ടിക്കുമേ എന്ന്
അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഇതെന്തുകൊണ്ടാ അല്ലാഹു ഇത്രമേൽ നിന്നെ പരീക്ഷിക്കുന്നത്? നിന്നോട് അല്ലാഹുവിന് ദേഷ്യമുള്ളത് കൊണ്ടല്ലോ. അല്ലാഹുവിന് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹുവിന് നിന്നോട് വല്ലാത്ത മഹബ്ബത്താണ്. അല്ലാഹു നിനക്ക് ഓരോ രോഗങ്ങൾ തന്നിട്ട്, ഓരോ ബുദ്ധിമുട്ടുകൾ തന്നിട്ട്, ഓരോ കടങ്ങൾ അധികരിപ്പിച്ച് തന്നിട്ട്, നിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് അല്ലാഹു ഇടിവ് നൽകിയിട്ട് അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നത് എന്തിനെന്നറിയോ? നീ ക്ഷമിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാ. നിന്റെ ക്ഷമയുടെ അളവ് എത്രമേൽ വലുതാണ് എന്ന് അല്ലാഹു നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ക്ഷമിക്കണേ ചെറുപ്പക്കാരാ, ക്ഷമ നമ്മൾ അവലംബമാക്കണേ. അതാണ് നമുക്ക് വേണ്ടത് പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അങ്ങനെ ക്ഷമിക്കാനുള്ള മനസ്സുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ വശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും അധികം ക്ഷമിക്കുന്നവനാരെന്നല്ലോ അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. ഈമാനുള്ളവനാണ്. ഈമാനില്ലാത്തവന് ക്ഷമിക്കാൻ പറ്റൂല. അവന് കരഞ്ഞ് നിലവിളിച്ചു പോകും. പക്ഷേ ഈമാന്റെ ഒരു കളിയെങ്കിലും നിന്റെ ഹൃദയത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് ക്ഷമിക്കാനുള്ള ചങ്കൂറ്റം നീ കാണിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ്, കരമിന്റെ രാജാവ്, തമാശക്ക് പോലും അതരങ്ങളിൽ നിന്ന് കളവ് കഴിയാത്ത പ്രവാചകരെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കടങ്ങളും യാതനകളും വേദനകളും നൊമ്പരങ്ങളും എല്ലാം ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നബിയേ അങ്ങ് പറഞ്ഞുകൊടു നബിയേ, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടോ? അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണം നബിയേ. ക്ഷമിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അത് സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ദുനിയാവില് പ്രയാസമുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കടങ്ങളുണ്ടാകും, യാതനകളുണ്ടാകും, വേദനകളുണ്ടാകും. ഈ സമയത്ത് മുഴുവനും ക്ഷമിക്കാനുള്ള മനസ്സ് നമ്മുടെ ഹൃദയങ്ങളിൽ നാം ഉണ്ടാക്കിയെടുത്താൽ അതിന് പ്രതിഫലം അത് സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മിൻ സഅദത്തിൽ അബ്ദി, ഒരു അടിമയുടെ വിജയത്തിന്റെ നിദാനം എന്തെന്നറിയുമോ? ഒരു അടിമ ആഖിറത്തിൽ വിജയിക്കുന്നു എന്നതിന്റെ അടയാളം എന്തെന്നറിയുമോ? നബി തങ്ങൾ പറയുന്നു, റിളാഹു ബിഖദാഇല്ലാ. ഒരുപാട് ബുദ്ധിമുട്ടുമ്പോ, ഒരുപാട് പ്രയാസപ്പെടുമ്പോ, നിന്റെ ശരീരങ്ങളിൽ ഒരുപാട് രോഗങ്ങൾ വരുമ്പോ, അല്ലാഹുവേ ഇത് നീ എനിക്ക് തന്ന ഖദാ ആണല്ലോ, നീ എനിക്ക് നിശ്ചയിച്ചതാണല്ലോ എന്നാലോചിച്ച് തൃപ്തിപ്പെടാനുള്ള മനസ്സാക്കാറുള്ളത്. ഞങ്ങൾ പറയുന്നു, മിൻ സഅദത്തിൽ അബ്ദി, ഒരു അടിമയുടെ വിജയത്തിന്റെ നിദാനം അല്ലാഹുവിന്റെ ഖദാഇനെ ഓർത്ത് തൃപ്തിപ്പെടലാണെന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ വശഫീഉനാ വസനദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് പ്രയാസം വന്നാലും, അപകടങ്ങൾ വന്നാലും, മുസീബത്തുകൾ വന്നാലും അല്ലാഹു എനിക്ക് നിശ്ചയിച്ചതാണ് എന്നോർത്ത് തൃപ്തിപ്പെടാനുള്ള മനസ്സ് നാം ഉണ്ടാക്കിയെടുക്കണം. അതൊരു വിജയിയുടെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയുന്ന നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മല്ലം യർള ബിഖദാഇൻ, അല്ലാഹുവിന്റെ ഖദാഓത്ത് തൃപ്തിപ്പെടാനുള്ള മനസ്സാർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഫലൈസ ലഹറാഖതി ദവാ, അല്ലാഹുവിന്റെ ഖദാഇനെ ഓർത്ത് തൃപ്തിപ്പെടാനുള്ള മനസ്സില്ലാത്തവര്
ഇനി വേറെ ഒരു മെഡിസിനും അവന് കൊടുക്കേണ്ട ആവശ്യമില്ല. അവന്റെ വിഡ്ഢിത്തരത്തിന് വേറെ ഒരു മരുന്നേ ഇല്ല. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും അള്ളാഹു എനിക്ക് ഇത് നിശ്ചയിച്ചതാണല്ലോ എന്നാലോചിച്ച് അത് തൃപ്തിപ്പെടാനുള്ള മനസ്സ് കാണിക്കണേ പ്രിയമുള്ളവരെ. ദൂരത്തിന്റെ അന്തരീക്ഷത്തിൽ കീറുമുറച്ചുകൊണ്ട് മഹാനായ മുഹറബിൽ അല്ലാതെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ ആ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീൽ, ഈ ദുനിയാവിന്റെ ഭൂമഗോളം മണ്ഡലങ്ങളിലോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ. കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഈ ദുനിയാവിന്റെ പുറത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും നല്ല ഇബാദത്തിലായി കഴിയുന്നവരാരാ? ഒന്ന് പഠിപ്പിച്ചു തരുമോ ജിബ്രീൽ? മഹാനായ മുഹറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂട്ടി കടന്നു പോകുകയോ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു പോകുകയോ. അല്ലാഹുവേ, കുഷ്ഠരോഗം ബാധിച്ച് വല്ലാതെ മൂർച്ഛിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ് റബ്ബേ. ആ മനുഷ്യന്റെ ഇരു കൈകാലുകളും അടർന്നുപോയി. അല്ലാഹുവേ, ആ മനുഷ്യന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയി. ആ മനുഷ്യന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയി. ആ മനുഷ്യന്റെ രൂപഭോമങ്ങൾ മുഴുവൻ അതാ പൊഴിഞ്ഞു പോയ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് മുഹറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂട്ടിക്കൊണ്ടുപോകുമ്പോ ശ്രദ്ധിച്ചു കേൾക്കണേ ചെറുപ്പക്കാരാ, ഇത്രമേൽ ബുദ്ധിമുട്ടാക്കാ വന്നിട്ടുള്ളത്. കുഷ്ഠരോഗം വന്ന് രണ്ട് കൈകളും അതാ പുഴത്ത് അടർന്നുപോയി. അല്ലാഹുവേ, കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയി, കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയി. റബ്ബേ, ആ മനുഷ്യന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോ ആ മനുഷ്യനെ അവിടെ കിടന്നങ്ങ് പറയുകയാ, അല്ലാഹു ഉദ്ദേശിച്ചപ്പോ എനിക്ക് ആഫിയത്ത് തന്നു, അല്ലാഹു ഉദ്ദേശിച്ചപ്പോ എനിക്ക് ആരോഗ്യം തന്നു, അല്ലാഹു ഉദ്ദേശിച്ചപ്പോ എന്റെ ആഫിയത്തിന് അല്ലാഹു അങ്ങ് എടുത്തു കളഞ്ഞു. പക്ഷേ ഖൈറുള്ള പരീക്ഷ അല്ലാഹു എന്റെ ഹൃദയത്തിൽ ഇട്ട് തന്നിട്ടുണ്ട്. ആ പരീക്ഷ അല്ലാഹു എടുത്തു കളഞ്ഞിട്ടില്ല എന്ന് ആ മനുഷ്യനെ പറഞ്ഞു പോയെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മണ്ണാർക്കാട്ട് പ്രിയമുള്ളവരെ, ഇത്രമേൽ ബുദ്ധിമുട്ട് നമുക്ക് വന്നില്ലല്ലോ. ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അല്ലാഹുവേ, ഇതിനേക്കാൾ ത്യാഗം സഹിക്കുന്ന എത്ര പേരാ ഉള്ളത് എന്നൊന്ന് ചിന്തിച്ചെങ്കിലും ഒന്ന് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കണേ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോവാം, ഒരു വേദനയുമില്ലാതെ, ഒരു നമ്പരവുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖലോലുമതയിലാണ്ടുപോയിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനാ ചോദിക്കുന്നത്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാ വദ്ദറാ. നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയല്ലോ, നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കടന്നു പോയല്ലോ. അവരൊക്കെയും വല്ലാത്ത ബുദ്ധിമുട്ടിലല്ലേ കഴിഞ്ഞു പോയത്, അവരൊക്കെയും വല്ലാത്ത പ്രയാസത്തിലല്ലേ കഴിഞ്ഞു പോയത്, അവരൊക്കെയും വല്ലാത്ത നൊമ്പരത്തിലല്ലേ കടന്നു പോയത്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വസുൽസിലൂ ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ. ആ പ്രവാചകന്മാരെ അല്ലാഹു തആല കിടുകിടാ വിറപ്പിച്ചു കളഞ്ഞുവെന്നാണ്. നമുക്കിത്ര പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമുക്കിത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വസുൽസിലൂ, അവരെ അല്ലാഹു തആല വിറപ്പിച്ചു
പഠിപ്പിച്ചു കളഞ്ഞു കേട്ടോ. എത്രമേൽ ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅഹു. നബിതങ്ങളോടൊപ്പമുള്ള ആളുകളും പറഞ്ഞു പോയി, മതാ അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് ഉണ്ടാവുക? വല്ലാത്ത ബുദ്ധിമുട്ടിലാണല്ലോ, വല്ലാത്ത നൊമ്പരത്തിലാണല്ലോ. എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്മാര് പോലും പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വിഷമിക്കല്ലേ, പ്രയാസപ്പെടല്ലേ, നൊമ്പരപ്പെടല്ലേ. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അതാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം അടുത്ത് തന്നെ നിങ്ങളോടൊപ്പം ചേർന്നിരിപ്പുണ്ട് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ